യെസ്, ഡോക്ടർ ജി വി ഹരി, തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ, കോൺഗ്രസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്നുള്ളത്. നോക്കൂ, 45 ദിവസത്തിനകം പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും എന്നൊരു ഉറപ്പാണ് കൊടുത്തത്. 27 ദിവസം ആകുമ്പോൾ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യുകയാണ്. നാളെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുകയാണ്. നേരത്തെ യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസിത തിരുവനന്തപുരം, യെസ്, അതാണ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അജണ്ട. പക്ഷേ എങ്കിലും പ്രധാനമന്ത്രിയെപ്പോലെ ഉള്ള ഒരാൾ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതെന്തായാലും അതിൻ്റെ പ്രയോജനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിലൊന്നും സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രം കാണാൻ പറ്റുമോ? കാരണം പറഞ്ഞത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ഇതാ തുടങ്ങുന്നു. അതിന് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത് വികസന വാഗ്ദാനമായിരുന്നു നേരത്തേത്. ആ വികസനം ഇതാ ഞങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നു. ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത് ആരാധ്യനായ പ്രധാനമന്ത്രിയാണ്. അതിനെ അങ്ങനെ നമുക്ക് ലാഘവത്തോടെ കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ ഈ ചർച്ചയെ ഒട്ടും രാഷ്ട്രീയം കലർത്താതെ തന്നെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് രവിചേട്ടനടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം മേയർ ശ്രീ രാജേഷ് നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ചുമതലയെടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ 101 വാർഡിലെയും കൗൺസിലർമാരെ ഈ ഒറ്റ ഇതായിട്ട് കാണാൻ ശ്രമിക്കുന്നു. അതൊരു വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന് ശേഷം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു വാഹനം കൊടുക്കാനുള്ളൊരു തീരുമാനം, 101 വാഹനങ്ങൾ കൊടുക്കാനുള്ളൊരു തീരുമാനവും തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഞാനൊരു തിരുവനന്തപുരത്തുകാരനായിട്ടാണ് ഈ ചർച്ചയിൽ കൂടുതലും പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാകാതെ ഇപ്പോൾ നേരത്തെ ഇവിടെ ഗോകുൽ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. തിരഞ്ഞെടുപ്പ് നിയമസഭയായാലും ലോക്സഭയാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷനാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള ഒരു ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് പാർട്ടികൾ നടത്തണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ജനങ്ങൾ കൃത്യമായിട്ട് അത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ വെല്ലുവിളിയാണ്. ഒരു സംശയമില്ല, അത്ര എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, തിരുവനന്തപുരത്തിൻ്റെ സ്ഥല പരിമിതിയാണ് നമ്മുടെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നൊരു ഘടകം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഇത്രയും കാലം തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്തെ വികസനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായി ഒരു റോഡ്, പുതിയതായി ഒരു പാലം കൊണ്ടുവരാൻ ഇത്രയും കാലം ഭരിച്ച അത് ഞങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ ആരെങ്കിലും, ഞങ്ങളടക്കം പറയാൻ ഒരു വിമർശനാത്മകമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് കരമനയിലേക്കുള്ള നമ്മുടെ ആ റെയിൽവേ പാലമുണ്ടല്ലോ, ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് അതിനകത്തൊരു അവിടെ ഒരു പുതിയ പാലം ഉണ്ടാകണമെന്നൊരു ചിന്ത എന്തുകൊണ്ടുണ്ടായില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. ഒന്നാമത് പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥലപരിമിതി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് ആദ്യം പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നഗരത്തിന് പുറത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും നഗരത്തിനകത്ത് നമുക്ക് അതിന് ഒരു കോമ്പാക്റ്റ് ആയിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല എങ്കിൽ ഒരു 10 കൊല്ലത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരം മുംബൈ നഗരത്തെക്കാൾ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ട്രാഫിക്കിലേക്ക് പോകും എന്നുള്ളൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. ഇപ്പോൾ തന്നെ കരമനയിൽ നിന്ന് തമ്പാനൂരിലേക്ക് രാവിലെ ഒരു 9:30-10:30 മണിക്കൂർ സമയത്തെത്തണമെങ്കിൽ കുറഞ്ഞത് 45 മിനിറ്റ് വേണം. അത് സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം, കുറഞ്ഞത് 45 മിനിറ്റ് ഉണ്ടാവണം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയത് പുതിയ ഫ്ലൈ ഓവറുകളാണ്. ഇവിടെ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ മുനീർ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫ്ലൈ ഓവറുകൾ, ആ ബേക്കറി ഫ്ലൈ ഓവർ, അണ്ടർപാസും ഒക്കെ തന്നെ, അല്ലാതെ പുതിയതായിട്ട് ഒന്നും വന്നില്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ എന്ത് മാറ്റമുണ്ടായിട്ടുണ്ട്? അപ്പോൾ ഞാൻ 45 വർഷം തിരുവനന്തപുരത്ത് BJP കോൺഗ്രസോ BJPയോ അല്ല ഭരിച്ചത്, ഇടപക്ഷമാണ് ഭരിച്ചത്. അപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള അതിനകത്തൊരു അംഗമാണ് നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തത്. മാലിന്യം, നേരത്തെ ജോചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം അല്ലേ? അതെ. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം, അതോടൊപ്പം തന്നെ തെരുവുനായ ശല്യം, ഇതൊക്കെ നമുക്കൊരു പ്രാദേശിക സർക്കാരുകൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രധാനമന്ത്രിയെപ്പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അത് കോമ്പാക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അത് എല്ലാ ഈ പറയുന്ന നഗരത്തിൻ്റെ
ആ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അല്ല ഡോക്ടർ ഹരി, ഞാൻ മനസ്സിലാക്കുന്നത് സാറ്റലൈറ്റ് ടൗൺഷിപ്പ് അത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ആയിക്കോട്ടെ, എനിക്കറിയില്ല എന്താ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ തന്നെ നഗരത്തിന് പുറത്തേക്ക് വികസനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് നമ്മൾ നേരത്തെ ആലോചിച്ചാണ്. ഇപ്പം നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം ഓൾറെഡി തന്നെ വികസിച്ച് കഴിഞ്ഞു. അതോടൊപ്പം കോവളം തുടർന്നുള്ള സാറ്റലൈറ്റ് ആ ഒരു ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അനിവാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഇവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് സഞ്ചരിക്കണ്ടേ? ആ സഞ്ചാരത്തിന് ആവശ്യമായ റോഡുകൾ, സഞ്ചാരത്തിന് ആവശ്യമായ ഫ്ലൈ ഓവറുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് ഫണ്ട് ആവശ്യമാണ്. അത് നഗരസഭയെ കൊണ്ട് മാത്രം തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനാണ് കേന്ദ്രത്തിൻ്റെ സഹായം നഗരസഭയ്ക്ക് ഉണ്ടാകേണ്ടത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലുള്ള തീരുമാനം എടുക്കും. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള വിഴിഞ്ഞൊക്കെ ഇവിടെ രുചിയോടെ പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ വലിയ സാധ്യത തിരുവനന്തപുരത്തുണ്ട്. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ള അമ്പലം, 2 സ്ത്രീകളുടെ ശബരിമല, 3 തൊട്ടടുത്താണ് കന്യാകുമാരി. നമുക്കിവിടെ നിന്ന് പിന്നെ പുതിയ NH കൂടെ വന്നു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ എപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയാം ഈ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ദൂരത്തെ പ്രശ്നം നമുക്കിപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ സാധ്യത അനന്തമാണ് തിരുവനന്തപുരത്തിന്. അതിലൂടെ നമുക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന വരുമാനത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള തരത്തിലുള്ള ചിന്താഗതികൾ കൂടി ഉണ്ടാവണം. ഒരു സ്പിരിച്വൽ ടൂറിസം ഓൾറെഡി തന്നെ കുറച്ചേറെ ഫണ്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകൾ ആ മേഖലയിലുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മെഡിക്കൽ ടൂറിസമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് മുതൽ തന്നെ നമുക്കറിയാം ഈ ലക്ഷദ്വീപിൽ നിന്ന്, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ മാലിയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് സർജറി നടത്തി തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് മാത്രമല്ല, വിദേശത്ത് നടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് പോകുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ഉണ്ടാകണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ, ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജാണ് നമുക്ക് തിരുവനന്തപുരത്തുള്ളത്. പക്ഷേ എന്താ അവസ്ഥ? അവിടുത്തെ ഇപ്പോഴും നമുക്കറിയാവുന്ന പോലെ നമുക്കറിയാം അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ഇറങ്ങി വന്ന് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റൊരു വിഷയം എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഈ മാലിന്യ നിർമ്മാർജ്ജനം തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പ്രാദേശികമായിട്ടുള്ള നമുക്കറിയാം ഉറവിടത്തിൽ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികളുണ്ട്. ഇപ്പം നമുക്കറിയാം ഇവിടെ നേരത്തെ പലരും ഇവിടെ BJP ഏറ്റവും കൂടുതൽ പറയുന്നത് ഇൻഡോറിനെ കുറിച്ചാണ്. ഇൻഡോർ മാതൃകയിൽ ഇപ്പം രാജേഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇൻഡോർ മാതൃകയിലുള്ള വികസനം ഇവിടെ കൊണ്ടുവരും, മാലിന്യ നിർമ്മാർജ്ജനം കൊണ്ടുവരും. പക്ഷേ തടസ്സം എന്താണ്? തടസ്സം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥലപരിമിതിയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ ശാസ്ത്രീയമായി പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന, ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാലിന്യ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയാമോ? തിരുവനന്തപുരത്ത് ഞാൻ ഇന്ന് കേട്ടൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ എപ്പോഴും പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയും പല തലസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും നല്ല ശുദ്ധവായു തിരുവനന്തപുരത്താണ് ഇപ്പോഴും. നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പരിശോധിച്ചാൽ 10-300 ഒക്കെ ഡൽഹിയിൽ നിൽക്കുമ്പോൾ നമുക്കിവിടെ 70-75 ഒക്കെയാണ് നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം ഇവിടെ വരണം. മാലിന്യ പ്രശ്നത്തെ, ആ മാലിന്യത്തെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് തരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പദ്ധതികൾ ആയിരിക്കണം പ്രഖ്യാപിക്കേണ്ടത്. വൻകിട പദ്ധതികൾ ആവശ്യമാണ്. അത് ഓൾറെഡി തന്നെ നേരത്തെ രവിചേട്ടൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പദ്ധതിയെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരവാസികൾക്ക് ഒരു ഗുണകരമാകുന്ന തരത്തിലുള്ള ചിന്തകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ, ഇനി ഈ കേരളം ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും തിരുവനന്തപുരം നഗരസഭയ്ക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനമാണ് ഞങ്ങളുടെയും പ്രാഥമികമായിട്ടുള്ള അജണ്ട. അപ്പോൾ അതിനകത്ത് വേറെ ഒരു സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, ഞങ്ങൾ വിജയിച്ച് നമ്മൾ അധികാരത്തിൽ വരും, പക്ഷേ എന്താണ് ജനങ്ങൾ കൊടുക്കാനുള്ളത് എന്നുള്ള കൃത്യമായ ഒരു കൃത്യമായിട്ടുള്ളൊരു പദ്ധതി കോൺഗ്രസ് പാർട്ടിക്കും UDFനും ഉണ്ടാകണമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിട്ട് പോയത്. അതുതന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ, പ്രത്യേകിച്ച് തിരുവനന്തപുരം തലസ്ഥാനം കഴിഞ്ഞ 10-45 വർഷക്കാലമായി അന്ന് കണ്ടത് തന്നെ ആകപ്പാടുള്ളൊരു വലിയ കെട്ടിടം ഇവിടെ വന്നത് തിരുവനന്തപുരം നിയമസഭ മാത്രമാണ്. അല്ലേ ശ്രീ അനിൽ? ഞാനൊക്കെ ഇവിടെ എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു കെട്ടിടം നമുക്ക് പറയാൻ കഴിയുന്നത് ആകപ്പാടെ നമുക്കറിയാം നിയമസഭ 100 കോടി
കോടി ചിലവഴിച്ചുകൊണ്ട് ആ നിയമസഭ ഉണ്ടാക്കിയെന്നുള്ളതല്ല, ബാക്കിയൊക്കെ മഹാരാജാവ് ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. അതിനകത്തൊരു മാറ്റം ഉണ്ടാവണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അടുത്ത റൗണ്ടിൽ ബാക്കി ഞാൻ പറയാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് ഇവിടെ രവിചന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. തിരുവനന്തപുരത്തെ നമുക്കറിയാവുന്നതുപോലെ പഴയ ഏറ്റവും പഴക്കം ചെന്ന കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് CET, നമുക്കറിയാവുന്നതുപോലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐസർ അടക്കമുള്ള, അതോടൊപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏറ്റവും മികച്ച ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. ഏറ്റവും മികച്ചിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്തുണ്ട്. അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് നമുക്കറിയാവുന്ന പോലെ നല്ല പണം ചിലവഴിക്കും. ഞാനിപ്പോൾ താമസിക്കുന്ന കാലടിയിൽ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാണ് കാലടി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഒരു ചെന്ന് കഴിഞ്ഞാൽ അറിയാം, വളരെ മനോഹരമായിട്ട് തന്നെ. അത് അവിടെ മാത്രമല്ല, ഞാൻ പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ കൂടി അത് കൊണ്ടുവരാനുള്ള ശ്രമം തിരുവനന്തപുരം കോർപ്പറേഷന് സാധിക്കും. കാരണം അതിന് ഫണ്ട് കൊടുക്കാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ മുഖച്ഛായ നല്ല രീതിയിൽ, അതിൻ്റെ മുഖച്ഛായ മാത്രമല്ല അതിൻ്റെ വിദ്യാഭ്യാസ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് സാധിക്കും. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി. വികസനത്തിൻ്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കണം. ഇപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാമല്ലോ, DMKയും ADMKയും അവർ തമ്മിൽ രാഷ്ട്രീയമായിട്ട് അവർ തമ്മിൽ തല്ലും, പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് അല്ലേ? ആ ഒരു വികസനം നമുക്ക് ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ വേദ്യമാവുകയും ചെയ്യുന്നുണ്ട്.